നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഉദയനഗറിൽ തിരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട ആഹ്ലാദ പ്രകടനത്തിനിടെ വീടിന് മുമ്പിൽ പ്രകോപനമുണ്ടാക്കിയതായി പരാതി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 17-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PH ഉമ്മർ വിജയിച്ചതിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പ്രസിദ്ധമായ തൃപ്രയാർ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ദശമി ദിനമായ ഞായറാഴ്ച പഞ്ചരത്ന കീർത്തന ആലാപനം അരങ്ങേറി. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി ഉദയനഗറിൽ തിരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട ആഹ്ലാദ പ്രകടനത്തിനിടെ വീടിന് മുമ്പിൽ പ്രകോപനമുണ്ടാക്കിയതായി പരാതി. ആം ആദ്മി പ്രവർത്തകൻ പ്രിൻസിന്റെ വീടിന് മുൻപിലാണ് സംഭവം നടന്നതായി പറയുന്നത്. ശനിയാഴ്ച വൈകിട്ട് 7 മണിയോടെ NDA ആഹ്ലാദ പ്രകടനത്തിനിടയിലാണ് സംഭവമെന്നാണ് പരാതി. വീടിന്റെ ഗേറ്റ് ചവിട്ടി വീഴ്ത്തിയ ഒരു സംഘം ആളുകൾ വീട്ടുമുറ്റത്തേക്ക് ഗുണ്ട് വലിച്ചെറിഞ്ഞതായും പറയുന്നു. സംഭവ സമയത്ത് പ്രിൻസിന്റെ ഭാര്യ ബിജുലി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സംഭവത്തിൽ ചേർപ്പ് പോലീസിൽ പരാതി നൽകി. അതേസമയം ഇന്ന് ഞായറാഴ്ച ഇദ്ദേഹത്തിന് നേരെ ഭീഷണിയും ഉണ്ടായതായി പറയുന്നുണ്ട്. കഴിഞ്ഞ ഈ ഇലക്ഷന് എൻ്റെ വാർഡിലെ എൻ്റെ വീടിന് തൊട്ട് മുൻപിലുള്ള ഈ റോഡ് ടാറ് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു വികസന രേഖ ഇവിടെ 10 വർഷമായിട്ട് മെമ്പറായിരിക്കുന്ന സൂര്യ ഷോബി ഇറക്കുകയുണ്ടായി. അത് കണ്ടപ്പോൾ ഹോസ്പിറ്റലായിരുന്നിട്ട് കൂടി ഞാൻ അവർക്ക് നേരിട്ട് അവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അത് ടാറ് ചെയ്യാൻ വിചാരിച്ചിരുന്നു, അതുകൊണ്ട് അങ്ങനെ അടിച്ചതാണെന്ന് പറഞ്ഞു, തെറ്റുപറ്റി അത് പറഞ്ഞു. പക്ഷെ ആ കാര്യം കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഇത് മാത്രമല്ല, ഞങ്ങളുടെ തൊട്ടടുത്ത് ഇപ്പോൾ കാലുകൾ മുറിച്ച് കളഞ്ഞിട്ടുള്ള ഒരാളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി കഴിഞ്ഞ 10 വർഷമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളും അവിടെയുള്ള ആളുകളെല്ലാവരും ഒപ്പുശേഖരണവും നടത്തി കൊടുത്തിട്ടും ഇതുവരെ ഒന്നും ചെയ്തില്ല എന്നുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ പറയുന്നത് ഒരു തെറ്റായ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം ആ മെമ്പർ ജയിച്ചു, വീണ്ടും ജയിച്ചപ്പോൾ അതിൻ്റെ ആഹ്ലാദ പ്രകടനത്തിനായിട്ട് 19ഓളം വരുന്ന ആളുകൾ എൻ്റെ വീടിൻ്റെ മുമ്പിലെത്തി. ഞാൻ എന്താ പറയുക, അവണിശ്ശേരി ഫെസ്റ്റ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമിൻ്റെ കോർഡിനേഷനായിട്ട് ബന്ധപ്പെട്ട് ആനക്കല്ലായിരുന്നു. ആ സമയത്ത് വീട്ടിൽ ഭാര്യ മാത്രമുള്ള സമയത്ത് വീട്ടിൽ വന്ന് ഭയങ്കരമായ തെറിവിളിയും ജയ് കൊലവിളിയും എന്നെ കൊല്ലും എന്നുള്ള രീതിയിലുള്ള ഭീഷണിയൊക്കെ മുഴക്കിക്കൊണ്ട് വീടിൻ്റെ മുൻഭാഗത്തുള്ള ഗേറ്റിൽ ചവിട്ടുകയും അതിൻ്റെ ഒപ്പം തന്നെ അവിടെ ഗുണ്ടുകൾ വെച്ച് പൊട്ടിക്കുകയും വീട്ടിലേക്ക് കയറാനുണ്ടാക്കിയിട്ടുള്ള സ്ലോപ്പിൻ്റെ അവിടെ ഗുണ്ട് വെച്ച് പൊട്ടിച്ച് അത് തകർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ഇന്ന് കാലത്ത് മെമ്പറുടെ ഹസ്ബൻഡ് ഇവിടെ വന്നു ഈ വഴിയിലൂടെ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ വിളിച്ചു നിർത്തി ഞാൻ കാര്യം ചോദിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ തീർച്ചയായിട്ടും ആ രീതിയിൽ ഇനിയും ചെയ്യും എന്നുള്ള രീതിയിൽ ഭീഷണി മുഴക്കുകയാണ് ചെയ്തത്. നിനക്ക് കഴിവുണ്ടെങ്കിൽ തടഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം ഇതാണ്, ഇനിയും ഇതുപോലെ നിങ്ങളുടെ വീട് കയറും, ഇനിയും വീണ്ടും കാര്യങ്ങൾ ചെയ്യും, അതിന് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിനക്ക് ചെയ്യാൻ പറ്റണമെന്ന് നീ ചെയ്യും, ഞങ്ങളെ പാർട്ടി മൊത്തമായിട്ട് ആ രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പേടിച്ച് പിന്മാറുന്ന ആളല്ലാത്തതുകൊണ്ട് ഞാൻ ആളോട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ എതിർപ്പുകൾ പറയുന്നവരോട് ഇങ്ങനെയാണോ, അത് ഞങ്ങൾ വേറെ ഇതൊന്നുമില്ല, നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയാണ് തീരുമാനം, തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ നിൽക്കും പറയുമെന്ന്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 17-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PH ഉമ്മർ വിജയിച്ചതിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പടിഞ്ഞാട്ടുമുറിയിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ച PH ഉമ്മറിനുള്ള പിന്തുണയും കൂടിയായി ആഹ്ലാദ പ്രകടനം. 456 വോട്ടുകൾക്കാണ് PH ഉമ്മർ വിജയിച്ചത്. നാസിക് ഡോളിന്റെ ആകമ്പടിയോടെ ആണ് ആഹ്ലാദ പ്രകടനം നടന്നത്. നിരവധി പേരാണ് ആഹ്ലാദ പ്രകടനത്തിൽ അണിനിരന്നത്.
ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ദശമി ദിനമായ ഞായറാഴ്ച പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി. ഞായറാഴ്ച രാവിലെ 9 മണിയോടെ നടന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തിൽ പ്രമുഖ സംഗീതജ്ഞർ പങ്കെടുത്തു. തുടർന്ന് ഭക്തിഗാനാർച്ചന അരങ്ങേറി. ഉച്ചയ്ക്ക് 1 മണിക്ക് മുരിയാട് മുരളീധരൻ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചു. വൈകിട്ട് 3-ന് ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചതോടെ ഏകാദശിയോടനുബന്ധിച്ച ചടങ്ങുകൾക്ക് തുടക്കമായി. വൈകിട്ട് ഭജൻ, മോഹിനിയാട്ടം, ദീപാരാധനയ്ക്ക് ശേഷം സ്പെഷ്യൽ നാഗസ്വരം എന്നിവ അരങ്ങേറി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 18-ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MH ഷജീറിന്റെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടന്നു. പടിഞ്ഞാട്ടുമുറിയിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായാണ് CPI-യിലെ MH ഷജീർ മത്സരിച്ചത്. 614 വോട്ടുകൾക്കായിരുന്നു ഷജീറിന്റെ വിജയം. ശിങ്കാരി മേളത്തിന്റെ അകമ്പടിയോടെയാണ് ആഹ്ലാദ പ്രകടനം നടന്നത്. നിരവധി പേരാണ് ആഹ്ലാദ പ്രകടനത്തിൽ അണിനിരുന്നത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആറാട്ടുപുഴ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ഊരകം സൊസൈറ്റി ഹാളിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. AKTA ജില്ലാ കമ്മിറ്റി അംഗവും മണ്ണുത്തി ഏരിയ പ്രസിഡന്റുമായ CB രജു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇത് കൃത്യതയോടുകൂടിയിട്ടാണ് നമ്മുടെ സംഘടന പോകുന്നത്. നമ്മുടെ സംഘടനയെ തകർക്കാൻ വേണ്ടി തന്നെ പല ആളുകളും ഈ സംഘടന സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു, കൃത്യതയില്ലാതെ നടത്തുന്നു. ഇതിന്റെ ഭാഗമായിട്ടുള്ള കേസുകൾ വന്നിട്ടുണ്ട്. അതിനെയൊക്കെ ദൂരീകരിച്ചുകൊണ്ട് നമ്മുടെ നേതൃത്വം കൃത്യമായിട്ടുള്ള കണക്കുകൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ സംഘടന നയിച്ചുകൊണ്ടുപോകുകയാണ്. 1 രൂപ പോലും ഒരാളെയും നഷ്ടപ്പെടുത്താതെ അതിൻ്റെ ഓഡിറ്റിംഗ് കൃത്യമായി ചെയ്തുകൊണ്ട് പോവുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ സംഘം അല്ലെങ്കിൽ നമ്മുടെ സംഘടന നടത്തുന്ന ചാരിറ്റികൾ പല ആളുകളും പറയുന്നുണ്ട്, എന്താണ് AKTA ചെയ്യുന്നത്? നിങ്ങൾ കുറേ അംഗങ്ങൾ കൂടിച്ചേർന്ന് അവർക്ക് തന്നെ പങ്കിട്ട് കൊടുക്കുന്ന രീതിയാണോ AKTA ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർ പരിശോധിക്കണ്ടേ? ഇത്രയും വലിയ വയനാട് ഇത്രയും വലിയൊരു പ്രളയം നടന്നിട്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ നടന്നിട്ട് ആരാണ് ആദ്യം എത്തിപ്പെട്ട ആളുകൾ? ചൂരൽമലയിലെ ഇത്രയും വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ആദ്യം എത്തിപ്പെട്ടത് AKTA ആളുകളാണ്. അവർക്കൊരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ അത് കൃത്യമായി എത്തിക്കാനും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനും AKTA എന്ന പ്രസ്ഥാനമാണ് ആദ്യം ചെന്നുപെട്ടത്. അതൊരു ചാരിറ്റി അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ സംഘടന അവിടെ തൊഴിലില്ലാത്ത ആളുകൾക്ക് തയ്യൽ സ്ഥാപനങ്ങൾ നശിച്ചു പോയി. അങ്ങനെ വന്നിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും സംഘടന മെഷീനുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് സുമതി അധ്യക്ഷയായി. യൂണിറ്റ് സെക്രട്ടറി ജയശ്രീ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സുലജ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് ബാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. PL ശൈലജ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേർപ്പ് പെരുമ്പിള്ളിശ്ശേരി യൂണിറ്റ് സമ്മേളനം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം CB രജു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയാണ് എല്ലാ അംഗങ്ങളും ഒറ്റ സ്വരത്തിൽ പറഞ്ഞ ഈ സ്വാതന്ത്ര്യ പദ്ധതി നിലനിൽക്കണം. അതിൻ്റെ കൊടുക്കുന്ന ആനുകൂല്യങ്ങളുടെ അളവുകൾ കുറച്ചുകൊണ്ട് എല്ലാ ആളുകളിലേക്കും
എത്തിപ്പെടാവുന്ന രീതികളിലുള്ള സംഖ്യകളാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തനം ആരംഭിക്കും. ആ രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ ഈ രീതിയിലേക്ക് വന്നത്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് എല്ലാ ആളുകൾക്കും കിട്ടാനായിട്ട് സാഹചര്യമുണ്ട്. ക്ഷേമനിധിയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇപ്പോൾ പ്രസവാനുകൂല്യം ഇപ്പോഴും നമുക്ക് കിട്ടാനായിട്ടുള്ള ആളുകളെ എണ്ണം കൂടുതലാണ്. കാരണം എന്താണ്? 2000 രൂപ മാത്രമാണ് നമ്മുടെ അംഗങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 13,000 ഇപ്പോഴും ബാലൻസ് ആയിട്ട് നിൽക്കും. ഇതിനു വേണ്ട സമരത്തിലേക്കും അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വനിര അതിനുവേണ്ട പരിശ്രമങ്ങൾ തുടങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. അതിനുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യം നമ്മൾ ജില്ലാ തലത്തിൽ അല്ലെങ്കിൽ കളക്ടറേറ്റ് നടക്കി അങ്ങനെയുള്ള രീതിയിലേക്ക് പോകും. നമ്മുടെ ചെറിയ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെറിയ പരിപാടിയൊക്കെ നടത്തും. നമ്മുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ കണ്ടിട്ടുള്ളതാണ്. നമ്മളൊരു എല്ലാ ആളുകളെയും കൂട്ടിക്കൊണ്ട് ഒരു വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഇറക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് ഗീതാ സുധീന്ദ്രൻ അധ്യക്ഷയായി. യൂണിറ്റ് സെക്രട്ടറി ഷൈനി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പ്രീതി വരവ് ചെലവ് കണക്കും ജില്ലാ കമ്മിറ്റി അംഗം ജയന്തി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് ബാലകൃഷ്ണൻ, ദിവ്യ എന്നിവർ സംസാരിച്ചു. വിവിധ പ്രമേയങ്ങൾ കൺവെൻഷനിൽ അവതരിപ്പിച്ചു. ആക്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ ഏകാദശി സ്റ്റാൾ തുറന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ആക്സ് രക്ഷാധികാരി TK ഷൺമുഖൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ ബ്രാഞ്ച് പ്രസിഡന്റ് P വിനു അധ്യക്ഷയായി. സെക്രട്ടറി സന്തോഷ് മാടക്കായി, ട്രഷറർ P മാധവമേനോൻ, കൺവീനർ AK വാസൻ, ജില്ലാ പ്രതിനിധി TU സുഭാഷ് ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് UP കൃഷ്ണനുണ്ണി, പ്രേംലാൽ വലപ്പാട്, അഭയ് തൃപ്രയാർ, സുവിന്ദ കുന്തറ, TG രാജേഷ്, മുഹമ്മദ് ഫറൂഖ്, UP ഗോപാലകൃഷ്ണൻ, പൊന്നൻ തൃപ്രയാർ, MS സജീഷ്, ദിൽഷ വിജയ്, രഹന ബിനീഷ്, ഷരീഫ് പാടികശാല, ഷാനിൽ രവീന്ദ്രൻ, ലൂയിസ് പുത്തൻ, KR വാസൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനത്ത് വീടിന്റെ വിറകുപുരയിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. കയ്പമംഗലം മതിലകം പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് SIയുടെ പെരിഞ്ഞനത്തെ വീട്ടിലെ വിറകുപുരയിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. വന്യജീവി സംരക്ഷകൻ താഹിർ ആഴിക്കോട് എത്തിയാണ് കരിമൂർഖനെ പിടികൂടിയത്. മൂർഖൻ പാമ്പിനെ പിന്നീട് വനപാലകർക്ക് കൈമാറും. കയ്പമംഗലം ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലമാസത്തോടനുബന്ധിച്ച് ദേശവിളക്ക് മഹോത്സവം നടത്തി. പാലക്കൊമ്പ് എഴുന്നള്ളിപ്പോടെയാണ് ദേശവിളക്ക് മഹോത്സവം നടത്തിയത്. കയ്പമംഗലം കൊളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടന്നത്. പൂത്താലങ്ങളും താളമേളങ്ങളും ചിന്തുപാട്ടും എഴുന്നള്ളിപ്പിന് അകമ്പടി തീർത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ AR സുബ്രഹ്മണ്യൻ ആചാര്യയുടെ നേതൃത്വത്തിൽ 7 അമ്പലം കൂട്ടി. ശിവദാസൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ദേശവിളക്ക് ആഘോഷിച്ചത്. ഗണപതി ഹോമം, ദീപാരാധന, അന്നദാനം, ശാസ്താംപാട്ട്, ഭജന, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് എന്നിവയും ദേശവിളക്കിന്റെ ഭാഗമായി നടന്നു. ഭാരവാഹികളായ സനേഷ് കാഞ്ഞിരപ്പറമ്പിൽ, സന്തോഷ് മൂത്തേരി, മണികണ്ഠൻ പയറ്റില്ലം പറമ്പത്ത്, ഉണ്ണികൃഷ്ണൻ ഇളയത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,275 രൂപ, പവന് 98,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഉദയനഗറിൽ തിരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട ആഹ്ലാദ പ്രകടനത്തിനിടെ വീടിന് മുമ്പിൽ പ്രകോപനമുണ്ടാക്കിയതായി പരാതി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 17ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PH ഉമ്മർ വിജയിച്ചതിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പ്രസിദ്ധമായ തൃപ്രയാർ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു.
ദശമി ദിനമായ ഞായറാഴ്ച പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.